ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പി ജി നായർ. ഇന്ന് നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ. അങ്ങനെ ഞാൻ ഇന്ന് ദുഃഖവെള്ളി നോമ്പെടുക്കാൻ പോവുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണി വരെ ഒന്നും കഴിക്കാത്തില്ല. അങ്ങനെ ഇന്ന് നോമ്പെടുക്കുകയാണ്. ഞങ്ങളിവിടെ ചിറയൻകീഴ് ചൊവ്വാഴ്ച പള്ളി ഇന്നുണ്ട്, അരേതുരുത്തി പള്ളി. അവിടെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ പോകും, പണ്ട് മുതലേ പോകാറുള്ളത്. അവിടെ പോകുമ്പോൾ എന്തോ ഒരു മനസ്സിന് ഭയങ്കര നമുക്കൊരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് അമ്മയും വരണമെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി അങ്ങനെ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇന്നലെ അച്ഛനെ വിളിച്ചു, നോമ്പ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. കഞ്ഞിയാണ് കുടിക്കേണ്ടത്. അങ്ങനെ വീട്ടിൽ കഞ്ഞിയൊക്കെ റെഡിയാക്കി. ഉച്ചയ്ക്ക് 2 മണിയായി. അമ്മ കഞ്ഞിയൊക്കെ റെഡിയാക്കി. കഞ്ഞിയും അച്ചാറും പപ്പടമാണ്. ഇതും കഴിച്ചിട്ട് പള്ളിയിൽ പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. കഞ്ഞി കുടിക്കുകയാണ് ഞാൻ. അമ്മയും കുടിച്ചു. അമ്മ അപ്പോഴത്തേക്ക് റെഡിയാവുകയാണ്. 2 മണിക്ക് കഞ്ഞി കുടിച്ചിട്ട് ഇനി കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ റെഡിയായി ഞാനും അമ്മയും കൂടി നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. പക്ഷേ ലേറ്റായി. റെഡിയായി 2 മണിക്ക് കഞ്ഞി കുടിച്ച് 2:30ക്കാണ് ബസ്. പക്ഷേ റെഡിങ് ഇറങ്ങിയപ്പോൾ ലേറ്റായി. ബസ് പോയി. ഇതാണ് എൻ്റെ കൊന്ത. ഇത് ഞങ്ങളുടെ റോഡ് ബസ് സ്റ്റോപ്പ്. ബസ് പോയി. അപ്പോൾ ഇനി അടുത്ത ബസ്സിൽ കയറി 2 ബസ് കയറി പോകണം. അടുത്ത ബസ് വന്നു, അതിൽ കയറി പോവുകയാണ്. മുടപുരം എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങിയതാണ്. നെക്സ്റ്റ് ചിറയൻകീഴ് ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ എത്തി. റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് വേണം, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനാണ്. ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി അപ്പുറത്ത് ഇറങ്ങി. ഇവിടെ നിന്നാണ് ഇനി തുരുത്തി പള്ളിയിൽ പോകേണ്ടത്. ഇത് ഞാൻ പണ്ട് ഡാൻസ് പഠിക്കാൻ പോയ സ്ഥലമാണ്. ഇത് അനീഷ്, നമ്മുടെ ചിറയൻകീഴ് അനീഷിലെ പുള്ളിക്കാരൻ്റെ സ്കൂളായിരുന്നു. പിന്നെ ഓട്ടോയിൽ കയറി പള്ളി എത്തി. ഇതാണ് പള്ളി, നമ്മുടെ ചൊവ്വാഴ്ച അരതുരുത്തി പള്ളി. ഇപ്പോൾ പള്ളി വലുതാക്കിയതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. കുരിശെ കയറ്റിയ കർത്താവിൻ്റെ രൂപം, കുരിശും രൂപമായിട്ട് കൊണ്ടുവന്നു. ഇത് നമ്മുടെ പള്ളിക്ക് മുകളിൽ ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിലേക്ക് അപ്സ്റ്റെയർ ബാൽക്കണി പോവുകയാണ്. ബാക്കി ബാൽക്കണിയിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് പള്ളിയുടെ ഇതെല്ലാം അറിയാം. ഇതാണ് നല്ല രസമാണ്, അടിപൊളി. ഇന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് പള്ളിയിൽ ഒരു ഫുഡൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കുരിശയിൽ കർത്താവിൻ്റെ രൂപത്തിൽ മുത്തം വയ്ക്കുകയാണ്, നേർച്ചയിട്ട് മുത്തം വയ്ക്കുകയാണ്. ഞാനും അമ്മയും പോയി പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്തായിരുന്നു. നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഇന്നാണ് ഞാൻ ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് ഇത്രയും തിരക്ക് കാണുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും പോകാം. ഇതിപ്പോൾ കുറച്ച് 2 മാസം കൊണ്ട് ബ്രേക്കായി പോയി. ഇപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും പോയി. അച്ഛൻ പുള്ളിക്കാരൻ ഒരു സൂപ്പർ അച്ഛനാണ്. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്ത് ഉള്ളിൽ കയറ്റും. അമ്മ ഞാനും കൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ കേൾക്കുകയാണ്. പിന്നെ ഇത് കർത്താവിൻ്റെ പിന്നെ നമ്മൾ ഇതിന് കിടത്തി മഞ്ചത്തിൽ കൊണ്ടുപോകുന്നതാണ്. പുറത്തെല്ലാവരുമായി നിരഘോഷയാത്രയായിട്ട് എല്ലാവരും പോവുകയാണ്. പുറകെ ഞങ്ങളുണ്ട്. ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് ഈ കുരിശ് കയറ്റുന്നതും ഇങ്ങനെ അതിന് മുന്നേയുള്ള പീഡകളൊക്കെ സഹിക്കുന്നത് പറയുമ്പോൾ ഭയങ്കര ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര വിഷമം. ഇത്രയും കർത്താവ് സഹിച്ചല്ലോ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നിയത് എനിക്ക് ഇന്നാണ്. ഇതാണ് നമ്മുടെ പള്ളി. പുതുക്കി പണിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായതേ ഉള്ളൂ. അടിപൊളി പള്ളിയാക്കിയിട്ടുണ്ട്. പള്ളി പുതുക്കിയതിന് ശേഷം ഇന്നാണ് ഞാൻ പോകുന്നത്. ഞാനും അമ്മയും കൂടെ ഘോഷയാത്രയുടെ പുറകെ പോവുകയാണ്. അങ്ങ് ഫുള്ള് പോകത്തില്ല, ഞങ്ങൾ പകുതി വെച്ചിട്ട് ഞങ്ങൾ തിരികെ വീട്ടിൽ വരും. ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. സങ്കടം എന്ന് വെച്ചാൽ നല്ല സങ്കടം തോന്നി. ഇങ്ങനെ എപ്പോഴും ഞാൻ അതിൽ തന്നെ നോക്കിക്കൊണ്ട് പോയി. കാരണം ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറേശ്ശെ പോകുന്നുണ്ട്. കുറേ അവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കൂടി താങ്ങിക്കൊണ്ട് പോവാണ്. ഇത് കടയ്ക്ക ഒരു സൈഡ് അങ്ങോട്ട് പോവുകയാണ്. അങ്ങ് തോനെ ഘോഷയാത്ര പോയിട്ട് രാത്രി വീട്ടിലെത്തത്തുള്ളൂ. ഞങ്ങളിവിടം വരെ വന്നോളൂ. ഇവിടുന്ന് ഇനി ഞങ്ങൾ തിരിച്ച് ബസ് കയറി വീട്ടിൽ പോവുകയാണ്. രാത്രി 10 മണി കഴിയും. അപ്പം നമുക്ക് പിന്നെ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയുള്ളതുകൊണ്ട് ഞങ്ങൾ തിരികെ